ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ശ്രീ അബിൻ വർക്കിയാണ്. എനിക്കൊപ്പം തന്നെ ഉണ്ട്. സ്വാഗതം ചെയ്യാം. ശ്രീ അബിൻ വർക്കി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാഗതം. സുഖം? നന്നായി പോകുന്നു. സന്തോഷം, സമാധാനം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് നന്നായി പോകുന്നു. ഓക്കെ, അപ്പം ഇന്നിപ്പം രാജ്യം ചർച്ച ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്നലെ വന്നു. അതിനുശേഷമുള്ള കൂട്ടിക്കിഴിക്കലൊക്കെയാണ്. ഇന്നിപ്പോ ഒരു മന്ത്രിസഭ അവിടെ രൂപീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ചർച്ചകളൊക്കെ തുടങ്ങുമെന്ന് പറയുന്നു. ഈ എക്സിറ്റ് പോളുകളെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു സുനാമി ജയം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വിജയമായിരുന്നു. ശരിക്കും എന്തായിരിക്കും അവിടെ മഹാഗഡ്ബന്ധന് സംഭവിച്ചിട്ടുണ്ടാവുക ശ്രീ അബിൻ വർക്കി? ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, SIR-മായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഏതാണ്ട് 65 ലക്ഷത്തോളം വോട്ടർമാരെ വെട്ടിക്കളഞ്ഞ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അത് കഴിഞ്ഞ് ആഡ് ചെയ്യപ്പെട്ടത് കേവലം 3.5 ലക്ഷം വോട്ടുകൾ മാത്രമാണ്. അപ്പം അതിനകത്ത് വന്ന ഒരു കുറവ്, വോട്ടർ പട്ടികയിലുണ്ടായ ഒരു കുറവ് ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നുണ്ട്. രണ്ട്, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഒരു ഒഫീഷ്യൽ ബ്രൈബ് എന്ന് പറയാവുന്ന രീതിയിൽ 10,000 രൂപ ഒരു സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് 10,000 രൂപ അക്കൗണ്ടിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു ബ്രൈബ് നടത്തിയതിൽ ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. 3, സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കിലെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വാർത്താ സമ്മേളനം തന്നെ ഞാൻ കണ്ടത്, അവർ ഒഫീഷ്യൽ ഇലക്ടറേറ്റായി പറയുന്നത് 7.42 crore വോട്ടേഴ്സാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ടേൺ ഔട്ടായി പറയുന്നത് 7.45 crore വോട്ടേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണക്കിലെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് വിശദമായി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. എന്നിരുന്നാലും തോൽവി എന്ന് പറയുന്നത് അത് ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. തോൽവി വന്നാൽ അത് പരിശോധിച്ച് അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. നോക്കൂ ശ്രീ അബിൻ വർക്കി, ഇപ്പം അവിടെ ഉണ്ടായ സംബന്ധിച്ച് ഇപ്പം നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ SIR അവിടെ നടപ്പാക്കി ഇത്രയും ലക്ഷം ആളുകൾ അതിൽ നിന്ന് പുറത്ത് വന്നു. അതേപോലെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഈ 10,000 രൂപ അവിടുത്തെ 21 ലക്ഷം പേരുടെ അക്കൗണ്ടിലേക്കാണ് 12,500 കോടി വീഴുന്നത്. അതൊക്കെ ഒരു ഫാക്ടറാണ്, ഇല്ലെന്നല്ല. പക്ഷെ അപ്പോഴും ഈ ഇത്രയും കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന ഒരു വീഴ്ചയുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും മോശം പെർഫോമൻസ് ആണ് ഇത്തവണ. 4 സീറ്റിലൊക്കെ ഒതുങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ, അതായത് മഹാഗഡ്ബന്ധനം മുഴുവനായി അതായത് മൊത്തത്തിൽ പറ്റിയ ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് സംഭവിച്ചത്. ഇപ്പോൾ RJDക്ക് കഴിഞ്ഞ തവണ ഇതിൽ വലിയ കൂടുതൽ സീറ്റുണ്ടായിരുന്നു. അവരും ആ സീറ്റിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. അതിന് അനുബന്ധമായ കുറവ് കോൺഗ്രസിനും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു തോൽവിയെ ഒരിക്കലും തോൽവിയല്ല എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. തോൽവിയാണ് സംഭവിച്ചത്. പക്ഷേ ആ തോൽവിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ അറിയാം, അതൊരു അവസാന നിമിഷം കിറ്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കിറ്റ് കൊടുത്ത് പിന്നീട് നമ്മൾ കിറ്റ് കണ്ടില്ല. ഇപ്പോൾ ബീഹാറിൽ തന്നെ 10,000 രൂപ കഴിഞ്ഞിട്ട് ആദ്യ ഗഡു എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് എപ്പോഴാണ് ഈ ഗഡു തന്നെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ ഒരു ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളതും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളെപ്പോലെ മലയാള മാധ്യമപ്രവർത്തകരല്ലാതെ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ ഇപ്പോൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം എഫക്റ്റീവായ ചർച്ച ദേശീയ മാധ്യമങ്ങൾ നടത്തിയെന്ന് ചോദിച്ചാൽ ചോദ്യചിഹ്നമാണ്. ഇപ്പം രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എത്ര കാലം നടത്തിയൊരു എഫേർട്ടാണ് 3 വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഏറ്റവും ഒടുവിലായിട്ട് ഹരിയാനയിൽ അദ്ദേഹം ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു. അതിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്നും പേര് പോയ ആളുകളെ പോലും അദ്ദേഹം ആ സ്റ്റേജിൽ കൊണ്ടുവന്ന് അവരുടെ അനുഭവങ്ങൾ പറയുകയാണ്. അപ്പം അത്രയും ഭീകരമായൊരു സ്ഫോടനാത്മകമായ കാര്യം ഈ രാജ്യത്ത് നമ്മളൊക്കെ വോട്ട് ചെയ്യുന്നു, നമ്മളൊക്കെ കബളിപ്പിക്കപ്പെടുന്നു എന്ന കാര്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടും അത് ആ പാർട്ടിക്ക് തന്നെ എത്ര കണ്ട് ടേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, പാർട്ടി ഇതിനകത്ത് ചെയ്യാവുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാതെ, ഒരു മാധ്യമ സെറ്റപ്പ് ഇല്ലാതെ, ഒരു ജുഡീഷ്യറിയുടെ സപ്പോർട്ടില്ലാതെ, ഒരു ബ്യൂറോക്രസിയുടെ സപ്പോർട്ടില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ കോപ്പികൾ, അതായത് സ്കാൻ ചെയ്യാൻ പറ്റുന്ന കോപ്പികൾ കൊടുത്താൽ ഇത് നിസ്സാര സമയം കൊണ്ട് കണ്ടെത്താവുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് കൊടുക്കുന്നില്ല. സ്കാൻ ചെയ്യാൻ പറ്റാത്ത വളരെ ബ്ലറായ കോപ്പി കൊടുത്ത് ആ കോപ്പികൾ മാനുവലായി ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇത് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. 2, ഇത് ബ്യൂറോക്രസിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട്, അതായത് ഇത് ഉന്നയിച്ചതിന് ശേഷം ബ്യൂറോക്രസിയിൽ നിന്ന് ഇത് ശരിയായ വണ്ണത്തിലുള്ളൊരു അന്വേഷണം നടത്തിയാൽ പോലും നമുക്കിതിനകത്ത് കുറേയധികം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതുമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വസ്തുത. ഇനി 3, ഇത് ശരിയായ വണ്ണം ഈ രാജ്യത്തെ ചർച്ച ചെയ്താൽ, അതായത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശരിയായ വണ്ണം ഈ രാജ്യത്ത് ചർച്ച ചെയ്താൽ ഇത് അതിനകത്തൊരു എഫക്റ്റ് ഉണ്ടാക്കാമായിരുന്നു, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാമായിരുന്നു. അതുകൊണ്ട് വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ആ
അത് ലൈവായിട്ട് കൊടുത്ത ദേശീയ മാധ്യമത്തിൽ പോലും ചുരുക്കമാണ്. അല്ല, ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഈ മലയാളത്തിൽ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ പോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയാൻ ആളില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം നടത്തുന്ന ഒരു വലിയ എഫർട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നിരന്തരമായി ആക്രമിക്കുക, അദ്ദേഹത്തെ അപഹസിക്കുക, പരിഹസിക്കുക എന്നതിന് അപ്പുറമായിട്ട് അദ്ദേഹം നടത്തുന്ന ഈ എഫർട്ടിന് എല്ലാ രീതിയിലുള്ള ഭരണകൂട ഭീകരത, അത് ഭരണകൂട ഭീകരത തന്നെയാണ് എല്ലാ തലങ്ങളിലും. അത് ഈവൻ ജുഡീഷ്യറിയുടെ ഒരറ്റത്ത് പോലും ആ ഭരണകൂട ഭീകരത ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിച്ചമർത്താൻ ശ്രമിക്കുക അദ്ദേഹം നടത്തുന്ന ആ ഒറ്റയാൾ പോരാട്ടമാണ്. പക്ഷെ ഇതൊന്നും ഒട്ടേറെ കാലം ഇതൊന്നും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇത് എപ്പോഴാണെങ്കിലും ഇത് പുറത്തു വരും. ഇത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എച്ച് ഫയൽസോടുകൂടി അത് തീർന്നിട്ടില്ലല്ലോ. ഇന്നിപ്പോൾ കർണാടകയിൽ SIT ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അറസ്റ്റുകൾ ഉണ്ടാകും, സത്യങ്ങൾ പുറത്തു വരും. സത്യം ഒരു നാൾ എത്ര ഈ സിനിമയിൽ പറയുന്നത് പോലെ, മറ്റേ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ, സത്യം ഒരുപാട് നാൾ ഒന്ന് മൂടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് പുറത്തു വരും. പുറത്തു വരുന്ന ദിവസം രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുകയും ചെയ്യും, ഈ രാജ്യം അംഗീകരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ശ്രീ അബിൻ വർക്കി, ഇപ്പം നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് ഒരു സംസ്ഥാനം പോകുന്ന ഘട്ടത്തിൽ ഇപ്പം ആ നാട്ടുകാർ, ആ നാട്ടിലുള്ള മനുഷ്യർ, അവർ ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊക്കെ വീഴുന്നവരാണ്. ഇപ്പം എന്ത് കിട്ടും, ഒരു പാർട്ടി വരികയാണെങ്കിൽ എന്ത് കിട്ടും? ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പം അതിന് തൊട്ട് മുൻപൊരു നമുക്കിവിടെ ഈ പെൻഷനൊക്കെ അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നും ഇതിൻ്റെ ഒന്നും ഭാഗമല്ല എന്ന് സർക്കാർ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അതിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പം ഈ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിതീഷ് കുമാർ സർക്കാർ 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഈ വോട്ടർ അവർ ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ 21,000 പേരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് നിതീഷ് കുമാറിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ 30,000 രൂപ കൊടുക്കാമെന്നാണ്. അതൊരു വാഗ്ദാനമാണ്, വരികയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാം. പക്ഷേ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പം രാഹുൽ ഗാന്ധിയുടെ റാലികളൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം വാഗ്ദാനങ്ങൾ വയ്ക്കുന്നില്ല. അദ്ദേഹം പറയുന്നൊരു കാര്യം ഓട്ട്ചോരി മാത്രമാണ്. ഇവിടെ ഓട്ട്ചോരി നടക്കുന്നുണ്ട്. ബീഹാറിൽ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ അത് ഓട്ട്ചോരി കൊണ്ടായിരിക്കും. രാജ്യം മുഴുവൻ ഓട്ട്ചോരി നടക്കുന്നുണ്ട്. അത് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനപ്പുറം ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ, അവരെ ഈ വിശ്വാസത്തിലെടുക്കാൻ ഒരു പരാജയപ്പെട്ടോ? വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാൻ സാധിക്കുകയുള്ളൂ. ശ്രീ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കർണാടകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. താങ്കൾ ബാംഗ്ലൂർ പോകുന്ന ആളാണെങ്കിൽ താങ്കൾക്കറിയാം. അതായത് അവിടെ ബസ്സുകളിൽ സൗജന്യ യാത്രയെ സംബന്ധിച്ച് ഞങ്ങൾ വാഗ്ദാനം കൊടുത്തിരുന്നു. അത് ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. അവിടെ മറ്റ് മഹിളാ വിഷയങ്ങളിൽ ഞങ്ങൾ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്താണോ അവിടെ സ്കീം പ്രഖ്യാപിച്ച ആ സ്കീമുകളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. അത് കർണാടകയിൽ മാത്രമല്ല, അത് തെലങ്കാനയിലും നടപ്പിലാക്കി. ഞങ്ങൾ ഭരിച്ച സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ കൊടുത്തത് മുഴുവൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ 10,000 രൂപ കൊടുത്തു. ഇനി എന്നാണ് 10,000 രൂപ വരിക? ഇത് കേരളത്തിലും ഇതേ അവസ്ഥയായിരുന്നു. എന്താണ്, കിറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു അതാകെ മാസം കിറ്റ് വരാൻ പോവുകയാണ്. ഇനി നാട്ടിൽ പോയി നമുക്കാർക്ക് സൂപ്പർ മാർക്കറ്റുകാരുടെ കച്ചവടം പൂട്ടുമെന്നുള്ള വിചാരിച്ചാണ് എല്ലാവരും ഇരുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ആ കിറ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതിപ്പോൾ പെൻഷൻ ഇതിനകത്ത് 2021 CPM പ്രകടന പത്രികയാണ് 2,500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നത്. 2,000 രൂപയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഒരു പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകടന പത്രിക ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ പോകുന്ന മുന്നണി ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വികസന പത്രികയാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളാണ്. ആ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ഭരണം കിട്ടി 4.25 കൊല്ലം കഴിഞ്ഞ് ഇനി 3 മാസം ബാക്കിയുള്ളപ്പോഴാണോ ഈ കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിനകത്ത് കാപ്പട്ടിയ മാത്രമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയും. അപ്പോൾ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജനം തിരിച്ച് അറിയും എന്നൊക്കെ പറയുമ്പോഴും ചില ആളുകൾ ഇതിലൊക്കെ വീണു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സത്യമാണ്. അത് ബീഹാറിൽ അത് കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു സ്ത്രീയുടെ ആവറേജ് വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 2,000 രൂപ 2,500 രൂപയൊക്കെയാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വരുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഇമ്പാക്റ്റ് വൺ ടൈം ഇമ്പാക്റ്റാണ്. പിന്നീട് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഈ ഇലക്ഷൻ സമയത്ത് കാശ് കൊടുക്കുക എന്നൊക്കെ പറയും. ഈ കാശ് കൊടുക്കുന്നതിന് പകരം ഇപ്പോൾ ഒരു പ്രൊഫഷണലായി ഒഫീഷ്യലായി അങ്ങ് ബ്രൈബ് ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ചെയ്തത്. അപ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് കോടതികൾ പരിശോധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കാശ് നേരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് ഒരു ധമാക്കി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ എന്നുള്ളത് ജുഡീഷ്യറി അടക്കം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞങ്ങൾ ഏതായാലും അതിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്
പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രവർത്തിച്ച കാര്യങ്ങൾ പുറത്ത് വീണ്ടും പറയും. വ്യക്തമാണ്. ഇപ്പം ബീഹാറിൽ തന്നെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ബീഹാറിൽ ഈ 10,000 രൂപ അതേപോലെ SIR പറയുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകളെ അല്ലാതെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനുള്ള നീക്കങ്ങൾ അതൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, അതൊക്കെ നടക്കുന്നുണ്ട്, വാർത്തകളൊക്കെ അതോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഒരു 50%-ലധികം വോട്ട് ഇവർ നേടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ വളക്കൂറുള്ളൊരു മണ്ണായിരുന്നു ഒരു കാലത്ത് ബീഹാർ എന്ന് പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ പാർട്ടിക്കൊരു അടിത്തറയിലൊരു പ്രശ്നം പറ്റിയിട്ടില്ലേ? അത് സ്വാഭാവികമാണ്. പാർട്ടിക്ക് പാർട്ടിയുടേതായ ക്ഷീണം അത് പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അത് ഉത്തർപ്രദേശിൽ സംഭവിച്ചിട്ടുണ്ട്, ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ട്. കനയ്യകുമാറിനെ പോലും ഒക്കെ കൊണ്ടുവന്നിട്ടും അവിടെ വലിയ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കോൺഗ്രസ് ഓരോ തലത്തിലും പുതിയ പുതിയ ആളുകളെ അത് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ ശ്രമിക്കാതിരുന്നിട്ടില്ലല്ലോ. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ കനയ്യകുമാറിനെ ഞങ്ങൾ പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ഇടതുപക്ഷ ആശയങ്ങൾ ഉണ്ടായിരുന്ന JNU പ്രസിഡന്റ് ആയിരുന്ന, കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന, കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഞങ്ങളൊരു വിശാല അടിസ്ഥാനത്തിൽ അർത്ഥത്തിൽ അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ എടുക്കുകയും അദ്ദേഹത്തിന് ഇന്ന് NSUയുടെ സംഘടനാ ചുമതലയുള്ള ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഉന്നതമായ പദവിയും കൊടുത്തു. അപ്പം ഞങ്ങൾ സംഘടനാപരമായി വളരാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമാണ്. കാലങ്ങളായി ഉണ്ടായ മാറ്റങ്ങളിൽ, കാലാനുസൃതമായ മാറ്റങ്ങളിൽ കോൺഗ്രസിന് സംഘടനാപരമായ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. അത് ബീഹാറിൽ മാത്രമല്ല, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് തിരികെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ അക്ഷീണം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കാതിരിക്കുന്നില്ലല്ലോ, അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല എന്നൊരു പരാതി ആർക്കുമില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യ മുഴുവൻ നടന്നും ഓടിയും എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരു വർഗീയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വന്നപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലുണ്ടായ ഒരു ചോർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ആ ചോർച്ച ഉണ്ടായെങ്കിലും അത് തിരിച്ചു പിടിക്കപ്പെടും. കാരണം ഒരു നാൾ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ വോട്ട് ബാങ്കും ഒക്കെ തിരിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സംസ്ഥാനത്തേക്ക് വന്നിട്ട് എവിടെയും തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ഏതുവരെ എത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ കോൺഗ്രസിന്റെ? തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തലങ്ങളിലുമുള്ള കമ്മിറ്റികളും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കാലങ്ങളിൽ നിന്ന് വിപരീതമായി കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വളരെയധികം മുന്നേറി കഴിഞ്ഞു എന്നുള്ളത് വസ്തുതയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റെല്ലാ പാർട്ടികളെക്കാളും ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. രണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി വലിയ പ്രശ്നങ്ങളില്ലാതെ, സ്വാഭാവികമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും താരതമ്യേന വളരെ കുറവായിട്ടുള്ള പ്രശ്നങ്ങളും, ആ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരിഹരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 65% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി അവർ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 35% സീറ്റുകളിലാണ് തീരുമാനം ഉണ്ടാവുള്ളത്. ആ തീരുമാനം ഇപ്പോൾ ഉടൻ തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വളരെ കൂലങ്കൃഷമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾക്കൊടുവിൽ തീരുമാനമാവും. സാധാരണ നമ്മൾ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മൾ പറയാറുള്ളത്, തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമൊക്കെ പറഞ്ഞ അടിയാണ്. നമുക്ക് ഇത് കിട്ടിയില്ല, ഇവിടെ ഈ സീറ്റിൽ ഞാനായിരുന്നു മത്സരിക്കേണ്ടത്, അങ്ങനെ ഒരു അടി ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് പൊതുവേ പറയാറ്. പക്ഷേ ഇത്തവണ തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല. ബഹുദൂരം ഇപ്പോൾ ഇടതുമുന്നണിയെക്കാളും അല്ലെങ്കിൽ BJP-യെക്കാളും ബഹുദൂരം മുന്നേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പോലെ, തിരുവനന്തപുരത്ത് ഏറ്റവും പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെയൊക്കെ നേരത്തെ തന്നെ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കുന്നു. അവിടെ പദയാത്ര, കെ മുരളീധരന്റെ നേതൃത്വത്തിൽ പദയാത്ര നടക്കുന്നു. അപ്പം പൂർണ്ണമായിട്ട്, അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു മുന്നണിയാണ്. ഭരണത്തിലേക്ക് എത്താൻ എങ്ങനെയാണ് നീക്കങ്ങൾ നടത്തുന്നത്? അല്ലെ, സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉത്തരേന്ത്യയിലുണ്ടായ സംഘടനാപരമായ ക്ഷീണം, ആ ക്ഷീണം പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു തവണ കൂടി ഭരണത്തിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു ക്ഷീണം സ്വാഭാവികമായി ഞങ്ങൾക്ക് സംഭവിക്കുമെന്നുള്ള പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ക്ഷീണം സംഭവിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കൃത്യമായ ധാരണയും ഞങ്ങളെല്ലാ പ്രവർത്തകർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. കോൺഗ്രസിൽ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പറ്റുന്ന അർഹരായ ഒന്നിലധികം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങൾക്കാർക്കും മറ്റു പാർട്ടികളിൽ നിന്ന് പോയി ആളെ പിടിച്ചുകൊണ്ട് വന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഓരോ പൊസിഷനിട്ടും വളരെ അർഹരായ വലിയ നേതൃനിരയുള്ള പാർട്ടിയാണ്. അപ്പോൾ ചർച്ചകൾ വരും, സ്വാഭാവികമാണ്. തർക്കങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ പാർട്ടിയുടെ സൗന്ദര്യവും. അല്ലാതെ ഞങ്ങൾ ആരുടെയും അഭിപ്രായങ്ങൾ മൂടി വയ്ക്കപ്പെടണമെന്നോ അത് അടിച്ചമർത്തപ്പെടണമെന്നോ കരുതുന്ന പാർട്ടിയല്ല. ഈ പാർട്ടിയിൽ അഭിപ്രായം പറയാനും അഭിപ്രായ വ്യത്യാസം പറയാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്.
അതുകൊണ്ടൊക്കെ തന്നെയാണ് ആത്മാഭിമാന ബോധമുള്ളവർക്ക് കോൺഗ്രസ്സിലേ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ തർക്കത്തിനൊന്നും ഒരു സ്കോപ്പില്ല, വിജയം മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് എന്ന് കണ്ടുകൊണ്ടാണ് ആദ്യം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശ്രീ ശബരിനാഥനെ മേയറാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് ചുവട് പിടിച്ച് കൊല്ലം കോർപ്പറേഷൻ, അതിന് ചുവട് പിടിച്ചപ്പോൾ കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ അത് മറ്റ് ജില്ലാ പഞ്ചായത്തുകളിലായിക്കോട്ടെ ആ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കുന്നത് 65% പൂർത്തീകരിച്ചു. ബാക്കിയും ഉടനടി പൂർത്തീകരിക്കും. ഞങ്ങൾ വളരെ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് പോകുന്നത്. ഇതിൽ വിജയമല്ലാതെ ഈ മോഹൻലാൽ പറയും പോലെ ഇത് ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണ്. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ശബരിനാഥൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലീഡേഴ്സ് മോർണിംഗ് വന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ വട്ടത്തിൽ ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നൊരു താക്കീതാണ്, ആ താക്കീതിനെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, തീർച്ചയായിട്ടും അതാണല്ലോ ജനം ഹിതം എന്താണോ അത് പൂർണ്ണമായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഏതൊരു പൊതുപ്രവർത്തകന്റെയും കടമ. ശരിയാണ്, ജനം ചില സമയത്ത് നമ്മളെ വിജയിപ്പിക്കും, ചില സമയത്ത് നമ്മളെ തോൽപ്പിക്കും. എന്തിനാണ് ജയിപ്പിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വ ബോധവും എന്തിനാണ് തോൽപ്പിച്ചത് എന്നുള്ള യാഥാർത്ഥ്യബോധവും ഉൾക്കൊണ്ടുകൊണ്ട് വേണം പിന്നീട് പ്രവർത്തിക്കാൻ. അപ്പോൾ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ തർക്കത്തിന് സ്കോപ്പില്ലാതെ ഇത് ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയായി ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ ദേശീയ സെക്രട്ടറി സ്ഥാനം എന്നാണ് ഏറ്റെടുക്കാൻ പോകുന്നത്? ദേശീയ സെക്രട്ടറി സ്ഥാനമൊക്കെ പണി തുടങ്ങി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിലും പിന്നെ ദേശീയ തലത്തിൽ അവർ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടികളിലേക്കും പോകും. അത് ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായ കാരണം കൂടുതൽ സമയത്തും കേരളത്തിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ ദേശീയ സെക്രട്ടറി വരുമ്പോൾ കൂടുതൽ ദേശീയ വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് കേരളത്തെ മിസ് ചെയ്യും, കാരണം കേരള വിഷയങ്ങളിൽ കൂടുതൽ അങ്ങനെ വരുമോ? ഇത് കേരളം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലും നിൽക്കുന്ന സംഭവമല്ലല്ലോ. കേരള വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടാനാണോ, സമരം ചെയ്യാനാണോ, അതോ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണോ കൂടുതൽ താല്പര്യം എന്നായിരുന്നു? അല്ല, കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാമല്ലോ. ഓക്കെ, ചെയ്യാം. അപ്പോൾ അതായത് ഈ ദേശീയ സെക്രട്ടറി സ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രതിനിധിയെ ദേശീയ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റ് തരിക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതലയായിരിക്കും, ചിലപ്പോൾ ദേശീയ കമ്മിറ്റിയുടെ ഏതെങ്കിലും സെല്ലിൻ്റെയോ മറ്റോ ചുമതല അവർ തരാറുണ്ട്. ഇതേവരെ എനിക്ക് തന്നിട്ടില്ല, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പക്ഷം അവരെന്താണോ അവരെനിക്ക് തരുന്നത് അത് 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. പക്ഷേ എന്താണോ കേരളത്തിൽ ഇടപെട്ട് പോകുന്നത്, ഇപ്പോൾ എന്തു പറഞ്ഞാലും ഇവിടെ കേരളത്തിൽ നിന്നാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിൽ എന്താണോ ഇടപെട്ട് പോകുന്നത് അത് അതിലും ശക്തമായി തന്നെ കേരളത്തിൽ തുടരുകയും ചെയ്യും. ഈ രാഷ്ട്രീയത്തിനപ്പുറം ചെയ്യുന്ന കാര്യം എന്താണ്? ഒരു എഞ്ചിനീയർ ആണെന്നറിയാം. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ പ്രൊഫഷൻ. എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്, സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകളുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യം ഈ റോഡ് കോൺട്രാക്ട് പണിയും നമ്മൾ വെള്ളാനകളുടെ നാട്ടിൽ പറയുന്ന പോലെ രാവിലെ വാളം കുടയൊക്കെ ആയിട്ട് ഇറങ്ങുകയായിരുന്നു. പക്ഷെ അത് ആദ്യത്തെ ഒരു ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ കൂടി തുടങ്ങിയതാണ്. പക്ഷെ ആദ്യത്തെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് നമുക്ക് പറ്റിയ പരിപാടിയാണ്. കാരണം അതിനകത്ത് അതിൻ്റെതായ ചില മെയ് വഴക്കങ്ങളും ചില കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ബില്ലുകളെ സംബന്ധിച്ച് അത് വലിയ ലാഗ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന കടക്കണിയും വലിയ ഭീകരമാണ്. അങ്ങനെ അതിൽ നിന്ന് മാറി ഞങ്ങൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിത്, വീടുകളൊക്കെ പണിത്, റെസിഡൻഷ്യൽ പർപ്പസ് വീടുകളൊക്കെ പണിത്. അത് വളരെ നന്നായി പോയി. അതിങ്ങനെ വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾ ഈ മധ്യ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ പ്രതിഭാസമുണ്ട്, ഈ മൈഗ്രേഷൻ. അങ്ങനെ അവർ 2 പേരും കല്യാണം കഴിഞ്ഞതോടുകൂടി UK പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെയായി. അപ്പോൾ അങ്ങനെ ആ പരിപാടി ഏകദേശം പയ്യെ ഒരു സൈഡാക്കി ഇങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ LLB ചെയ്തു തുടങ്ങിയിരുന്നു. അങ്ങനെ LLB പൂർത്തീകരിച്ചിപ്പോൾ എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഓഫീസുണ്ട്. അതും വീണ്ടും ഞങ്ങൾ 3-4 സുഹൃത്തുക്കൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ചേർന്നാണ്. അതിപ്പോൾ നന്നായി പോകുന്നുണ്ട്. അഭിഭാഷക വൃത്തിയുണ്ട്, പിന്നെ ഇടയ്ക്ക് ഇച്ചിരി കല്ലിൻ്റെ വേണ്ടി മേസ്ത്രി പണിയുണ്ട്. ജീവിക്കണമല്ലോ അല്ലേ. ഈ ഒരുപാട് വിവാദങ്ങളൊക്കെ അബിൻ വർക്കി, കാരണം പേര് പലയിടങ്ങളിലും വിവാദങ്ങളിൽ വലിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ എങ്ങനെയാണ്? പാർട്ടി തന്നൊരു ബലമാണോ? വലിയ സന്തോഷമാണ് ഈ വിവാദങ്ങളിലൊക്കെ വരുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രസക്തി രാഷ്ട്രീയത്തിൽ വർദ്ധിക്കുന്നുള്ളൂ എന്നാണ് എല്ലാ രാഷ്ട്രീയക്കാരും പറഞ്ഞിട്ടുള്ളത്, എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. നമ്മളെ എപ്പോൾ ഒരാളെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്നോ,
നമ്മളിപ്പോൾ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, നമ്മുടെ പ്രസക്തി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതിൽ ട്രോളുകൾ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ പാർട്ടി എന്നോട് വളരെ കൃത്യമായി എന്നോട് ആ സമയങ്ങളിലൊക്കെ തന്നെ എന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നേതൃനിരയിൽ നിന്നാണെങ്കിലും അതിലൊക്കെ ഉപരി പ്രവർത്തകരാണ്. ആ പ്രവർത്തകർ ഏത് സമയത്തും എനിക്ക് എന്തെങ്കിലും ഒരു മനോവിഷമം ഉണ്ടായെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നു എന്ന് തോന്നിയാലോ അതിൽ ഞാൻ ഇടപെടുന്നതിന് മുമ്പ് തന്നെ, അത് സോഷ്യൽ മീഡിയയിലായിക്കൊള്ളട്ടെ അല്ലാത്ത പക്ഷത്തിലായിക്കൊള്ളട്ടെ, അത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്ത് അവർ ചെയ്യുമെന്നുള്ള 101% വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഇതേവരെ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്താണെങ്കിലും അവസാനിപ്പിക്കാം. ഇപ്പം നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്. രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിയാലോ? ഞാൻ പാട്ട് പാടില്ലെന്ന് പറയും, നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. പാടുപെടും, പാട്ട് പാടില്ല. ഞാനങ്ങനെ ഇപ്പം ഈ ഒരു ചോദ്യവും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു അല്ല, പ്രിപ്പയർഡ് അല്ല. ഞാനങ്ങനെ താങ്കളൊരു പാട്ട് പറയാൻ നമുക്ക് ഒന്നിച്ച് പാടാൻ വേണമെങ്കിൽ. ഓക്കെ, പറഞ്ഞോളൂ. ഏത് പാട്ടാ? ഞാൻ എല്ലാത്തിനും ഓക്കെയാ. അത് ഞങ്ങളെ എല്ലായിടത്തും പറയും. അത് ഈ ചില ആളുകളെ പറ്റി പറയുമ്പോൾ ഈ കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പിയുടെ രൂപത്തിലാവും, ബക്കറ്റിൽ ഒഴിച്ചാൽ ബക്കറ്റിന്റെ രൂപത്തിലായി മാറുമെന്ന് പറയും. എന്ന് പറഞ്ഞാലേ അത് ഞാൻ ഒരു പാട്ട് ഇന്നലെ രാത്രി റീൽസ് കണ്ടതാ പെട്ടെന്ന്. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. അതെ, വാ, അടിപൊളി. അപ്പോൾ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ജോയിൻ ചെയ്തതിന്. വെരി ഗുഡ് മോർണിംഗ് ആൻഡ് എല്ലാവിധ ആശംസകളും ഈ ഷോയ്ക്കും. ഞാനും തിരിച്ചങ്ങോട്ട് ഒരുപാട് സന്തോഷം വന്നത്. അപ്പൊ ഇനിയും പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ ഫ്ലോറിലേക്ക്. ഈ ഫ്ലോറിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ, ഒന്നിൽ കൂടുതൽ തവണ വിളിക്കുമോ? തീർച്ചയായും വിളിക്കും. അപ്പൊ നല്ലൊരു ദിവസം കൂടി ആവട്ടെ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് ഡേ.